നമസ്കാരം. തെരുവുനായകൾ മനുഷ്യജീവന് ഭീഷണിയായി മാറിക്കഴിഞ്ഞു. കേരള മുനിസിപ്പാലിറ്റി ആക്ട് 1994, കേരള പഞ്ചായത്ത് രാജ് ആക്ട് 1994 എന്നിവ പ്രകാരം പൊതുജനാരോഗ്യ വകുപ്പും പൊതുസുരക്ഷയും ഉറപ്പാക്കേണ്ടത് മുനിസിപ്പാലിറ്റികളുടെയും ഗ്രാമപഞ്ചായത്തുകളുടെയും നിയമബാധ്യതയാണ്. തെരുവുനായകളുടെ നിയന്ത്രണം ഐച്ഛികമല്ല, അത് നിയമപരമായ കടമയാണ്. മനുഷ്യരെ ആക്രമിക്കുന്നതോ റേബീസ് സംശയമുള്ളതോ പൊതുഭീഷണിയായി മാറിയതോ ആയ നായകളെ പിടികൂടാനും നിയന്ത്രിക്കാനും മുനിസിപ്പാലിറ്റിക്കും പഞ്ചായത്തിനും പൂർണ്ണ അധികാരമുണ്ട്. ഇത്തരം നായകളെ അവഗണിക്കുന്നത് നിയമലംഘനമായി കണക്കാക്കപ്പെടും. ചാലക്കുടി നിവാസികൾക്ക് നിരന്തരമായ തെരുവുനായ ആക്രമണം നേരിടുന്നതുകൊണ്ടാണ് ഇത്രയും സൂചിപ്പിച്ചത്. ആ വാർത്തയിലേക്ക് നമുക്ക് പോകാം. അതിനു മുൻപ് ആദ്യം ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. ചാലക്കുടിയിൽ തുടർച്ചയായി 3-ാം ദിവസവും തെരുവുനായകളുടെ ആക്രമണം. ഇന്ന് വീണ്ടും 5 പേർക്ക് കൂടി തെരുവുനായയുടെ കടിയേറ്റു. വെള്ളം നിറഞ്ഞ ബക്കറ്റിൽ വീണ് ചികിത്സയിലായിരുന്ന 1.5 വയസ്സുകാരൻ മരണമടഞ്ഞു. ശ്രീനാരായണപുരം പത്താഴക്കാട് പത്താഴപ്പുരയ്ക്ക് ഷാജുവിന്റെ മകൾ സിദാനാണ് മരിച്ചത്. സംസ്ഥാന സ്കൂൾ കലോത്സവ സ്വർണ്ണക്കപ്പിന് ചാലക്കുടിയിൽ ഉജ്ജ്വല സ്വീകരണം. സ്വർണ്ണക്കപ്പ് വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഗിരീഷ് ചോളയിൽ നിന്നും സനീഷ് കുമാർ ജോസഫ് MLA, വിദ്യാഭ്യാസ ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. വിശദമായ വാർത്തകളിലേക്ക് പോകാം. തുടർച്ചയായി 3-ാം ദിവസവും തെരുവുനായകളുടെ ആക്രമണം. തെരുവുനായകളെ ഭയന്ന് പുറത്തിറങ്ങാനാകാതായിരിക്കുകയാണ് ചാലക്കുടി നിവാസികൾ. തിങ്കളാഴ്ച വീണ്ടും 5 പേർക്ക് കൂടി തെരുവുനായയുടെ കടിയേറ്റു. ഞായറാഴ്ച നോർത്ത് ജംഗ്ഷനിലും ശനിയാഴ്ച മാർക്കറ്റിലും തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. ചാലക്കുടിയിൽ തിങ്കളാഴ്ച വീണ്ടും 5 പേർക്ക് കൂടി തെരുവുനായയുടെ കടിയേറ്റു. നഗരസഭാ ബസ് സ്റ്റാൻഡിലാണ് തെരുവുനായ ഓടിച്ചിട്ട് ആക്രമിച്ചത്. പരിക്കേറ്റവർ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഇതോടെ തുടർച്ചയായി കഴിഞ്ഞ 3 ദിവസം തെരുവുനായയുടെ ആക്രമണത്തിന് ഇരയായവരുടെ എണ്ണം 15ആയി. മലപ്പുറം വളാഞ്ചേരി പുളിക്കപ്പറമ്പിൽ അജ്മൽ, കോഴിക്കോട് പള്ളിക്കൽ ബസാർ സ്വദേശി അരുൺ, ആന്ധ്രാപ്രദേശ് സ്വദേശി ജാഫർ, തമിഴ്നാട് സ്വദേശി പെരിയസ്വാമി, നിർമ്മപ്രസിലെ ജീവനക്കാരൻ തിലകൻ എന്നിവരെയാണ് തിങ്കളാഴ്ച നായ കടിച്ച് പരിക്കേൽപ്പിച്ചത്. ഒരു നായ തന്നെയാണ് 5 പേരെയും പല സമയങ്ങളിലായി ഓടിച്ചിട്ട് കടിച്ചത്. ഞായറാഴ്ച നോർത്ത് ജംഗ്ഷനിലും ശനിയാഴ്ച മാർക്കറ്റിലും തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. എന്നാൽ തെരുവുനായ ശല്യം പരിഹരിക്കാൻ നഗരസഭയുടെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നാണ് പരാതി ഉയരുന്നത്. ഇന്ന് രാവിലെയാണ് ചാലക്കുടി സൗത്ത് ബസ് സ്റ്റാൻഡിൽ നിന്ന് 4 പേരെ തെരുവുനായ കടിച്ചിരിക്കുന്നത്. ഇത് ഇന്ന് 4 പേരാണുള്ളത്. ഇന്നലെ 3 പേര്, അതിൻ്റെ തലേദിവസം 3 പേര്. ഇപ്പം ഈ 3 ദിവസം തുടർച്ചയായിട്ട് തെരുവുനായ്ക്കളുടെ ആക്രമണം ഉണ്ടായിട്ടും അതിൽ ഇന്ന് ഉണ്ടായിട്ടും ഒരു നടപടിയും ചാലക്കുടി നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എന്ന് പറയുന്നത്. ചാലക്കുടി നഗരസഭ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നത്. എവിടേക്കാണ് അക്രമകാരികളായിട്ടുള്ള തെരുവുനായ്ക്കളുള്ളത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ചാലക്കുടിയിലെ ജനങ്ങൾ ഭീതിയിലാണ്. ഈ നിലപാടായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ ശക്തമായിട്ടുള്ള സമരമായിട്ട് LDF നേതൃത്വത്തിൽ മുന്നോട്ട് വരും. യാതൊരു കാരണവശാലും ഇത് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. മുനിസിപ്പൽ അധികാരികൾ ഈ അലംഭാവം വെടിഞ്ഞ് അടിയന്തരമായിട്ട് നടപടിയായിട്ട് മുന്നോട്ട് പോകണം. നമുക്ക് പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റോമാനഗരം കത്തി കഴിഞ്ഞപ്പോൾ വീണ വായിക്കുന്ന നീറോ ചക്രവർത്തിക്ക് തുല്യമായിട്ടാണ് നമുക്കിപ്പോൾ ഈ ചെയർമാൻ നമ്മൾ കാണുന്നത്. ഇന്നിവിടെ ഈ വിവിധ ഗ്രൂപ്പുകളും എല്ലാം ചേർന്നിട്ടുള്ള ഈ നഗരസഭയിലെ ഭരണകക്ഷിക്കാർ ഈ ഒരു വിഷയത്തിൽ അടിയന്തരമായിട്ട് ഇടപെടണം. ഇടപെട്ടില്ലെങ്കിൽ ശക്തമായിട്ടുള്ള ചാലക്കുടി കണ്ടുള്ള ഏറ്റവും വലിയ ശക്തമായിട്ടുള്ള സമരമായിട്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. മീഡിയ ടൈം ചാലക്കുടി. ചന്ദ്രാപിന്നിയിൽ വീടിന്റെ വരാന്തയിൽ കയറിക്കൂടിയ മൂർഖൻ പാമ്പിനെ പിടികൂടി. ചന്ദ്രാപിന്നി സെന്ററിന് സമീപം അമ്പാട്ട് ശിവദാസിന്റെ വീടിന്റെ സിറ്റൌട്ടിലാണ് പുല്ലാനി മൂർഖൻ കയറിക്കൂടിയത്. തവളയെ വിഴുങ്ങിയ നിലയിലായിരുന്നു. കരൂപ്പടന്ന സ്വദേശി റിയാസ് എത്തിയാണ് പാമ്പിനെ പിടികൂടിയത്. ഓക്കെ
വെള്ളം നിറഞ്ഞ ബക്കറ്റിൽ വീണ് ചികിത്സയിലായിരുന്ന 1.5 വയസ്സുകാരൻ മരണമടഞ്ഞു. ശ്രീനാരായണപുരം പത്താഴക്കാട് മൂവപ്പാടം പത്താഴപ്പുരയ്ക്കൽ ഷാജിയുടെ മകൻ സിദാനാണ് മരിച്ചത്. ഒരാഴ്ച മുമ്പ് വലപ്പാടുള്ള ഉമ്മയുടെ വീട്ടിൽ വച്ചായിരുന്നു അപകടം. ആദ്യം തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ശനിയാഴ്ച വൈകിട്ടോടെ കുട്ടി മരിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പതിയാശ്ശേരി പള്ളിയിൽ സംസ്കാരം നടത്തി. സംസ്ഥാന സ്കൂൾ കലോത്സവ സ്വർണ്ണക്കപ്പിന് ചാലക്കുടിയിൽ ഉജ്ജ്വല സ്വീകരണം. രാവിലെ 8:40 ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ വെച്ച് സ്വർണ്ണക്കപ്പ് വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഗിരീഷ് ചോലയിൽ നിന്നും സനീഷ് കുമാർ ജോസഫ് MLA, വിദ്യാഭ്യാസ ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ PM ബാലകൃഷ്ണൻ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. തുടർന്ന് വിദ്യാർത്ഥികളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ചാലക്കുടി ഗവൺമെന്റ് ബോയ്സ് സ്കൂളിലെ സ്വീകരണ യോഗത്തിൽ എത്തിച്ചു. യോഗം MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, നഗരസഭാ ചെയർപേഴ്സൺ ആലിസ് ഷിബു, വാർഡ് കൗൺസിലർ VJ ജോജി, DEOT ഷൈല എന്നിവർ സംസാരിച്ചു. 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സംസ്ഥാന കലോത്സവം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിനോട് ബന്ധപ്പെട്ട ഒരുക്കങ്ങളെല്ലാം നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു എൻട്രി തന്നെ നല്ലൊരു ഗംഭീരമായിട്ടാണ് നമ്മുടെ ജില്ലയിലോട്ട് കയറിയിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഈ കപ്പ് നമ്മുടെ ട്രഷറിയിൽ നിന്ന് എടുത്തിട്ട് സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും പോയിട്ട് പര്യടനം പൂർത്തിയായിട്ട് ഇന്നത്തെ ദിവസം ഇവിടെ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം നമ്മുടെ മിടുക്കരായിട്ടുള്ള കുട്ടികളുടെ കഴിവ് കാരണം ഈ കപ്പ് നമ്മുടെ ജില്ലയ്ക്ക് ലഭിക്കുകയുണ്ടായി. അതേപോലെ തന്നെ ഈ വർഷവും ഈ കപ്പ് നമ്മുടെ ജില്ലയിൽ തന്നെ നിലനിർത്തണം. അതിനായിട്ട് നമ്മുടെ കുട്ടികൾ നല്ലോണം പ്രയത്നിക്കുന്നുണ്ട്. തുമ്പൂർ അയ്യപ്പൻകാവ് കാവടി അഭിഷേക മഹോത്സവം ആഘോഷിച്ചു. 7 ഗജവീരന്മാർ അണിനിരുന്ന കാഴ്ചശീവേലി, പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം, കാവടി വരവ് എന്നിവ നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. വൈകിട്ട് പകൽപൂരം, കുടമാറ്റം, ദീപാരാധന, തായമ്പക, ആറാട്ടെഴുന്നള്ളിപ്പ് എന്നിവ നടക്കും. പുതുപുത്തൻ വിസ്മയവും ഒരുക്കി കാർ അക്സസറീസിന്റെ വിപുലമായ ശേഖരവുമായി മാളയിൽ കാർ മാനിയ എന്ന സ്ഥാപനം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. മാള പട്ടാളപ്പടിയിൽ ആരംഭിച്ചിരിക്കുന്ന സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം വാമിക നിർവഹിച്ചു. മാനേജ്മെന്റ് പ്രതിനിധികൾ, കുടുംബാംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പുതുപുത്തൻ വിസ്മയവും ഒരുക്കി കാർ അക്സസറീസിന്റെ വിപുലമായ ശേഖരവുമായി മാളയിൽ കാർ മാനിയ എന്ന സ്ഥാപനം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. വാഹനങ്ങൾക്ക് സുരക്ഷയുടെ കരുത്തും സൗന്ദര്യത്തിന്റെ തിളക്കവും ലഭ്യമാക്കാൻ ലോകോത്തര ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത്. കാറുകൾ മനോഹരമാക്കാൻ സീറ്റ് കവേഴ്സ് ആൻഡ് ഫ്ലോർ മാറ്റ്സ്, ആൻഡ്രോയിഡ് ഓഡിയോ സിസ്റ്റം, LED DRL ലാമ്പ്, ഓൾ ക്യാമറാസ്, സെക്യൂരിറ്റി സിസ്റ്റം, ക്രോം പാക്കേജ്, 5D മാറ്റ്സ് എന്നിവയെല്ലാം കാർ മാനിയയിൽ ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിശ്ചിത കാലയളവിൽ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 20% മുതൽ 40% വരെ ഡിസ്കൗണ്ട് സൗകര്യവും ലഭ്യമാണ്. മാനേജ്മെന്റ് പ്രതിനിധികൾ, കുടുംബാംഗങ്ങൾ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു.
ബിസിനസ് ഡെസ്ക്, മീഡിയ ടൈം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടിയിൽ തുടർച്ചയായി 3-ാം ദിവസവും തെരുവ് നായകളുടെ ആക്രമണം. ഇന്ന് വീണ്ടും 5 പേർക്ക് കൂടി തെരുവ് നായയുടെ കടിയേറ്റു. വെള്ളം നിറഞ്ഞ ബക്കറ്റിൽ വീണ് ചികിത്സയിലായിരുന്ന 1.5 വയസ്സുകാരൻ മരണമടഞ്ഞു. ശ്രീനാരായണപുരം പത്താഴക്കാട് പത്താഴപ്പുരയ്ക്കൽ ഷാജുവിന്റെ മകൾ സിദാനാണ് മരിച്ചത്. സംസ്ഥാന സ്കൂൾ കലോത്സവ സ്വർണ്ണക്കപ്പിന് ചാലക്കുടിയിൽ ഉജ്ജ്വല സ്വീകരണം. സ്വർണ്ണക്കപ്പ് വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഗിരീഷ് ചോളയിൽ നിന്നും സനീഷ് കുമാർ ജോസഫ് MLA, വിദ്യാഭ്യാസ ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.